നമസ്കാരം. എൻഫോ ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. മുപ്ലിയത്ത് കുറുമാലിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. ഞായറാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു അപകടം. തൃശൂർ സിറ്റി പോലീസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട. 555 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. വരാക്കരയിൽ നിയന്ത്രണം വിട്ട കാർ ടെലിഫോൺ പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ മരക്കമ്പനിയിൽ തീപിടുത്തം. തീപിടുത്തത്തിൽ മരക്കമ്പനി കത്തിനശിച്ചു. നവീകരണത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടുന്നതിനിടെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. വാർത്തകൾ വിശദമായി അറിയാം. മുപ്ലിയത്ത് കുറുമാലിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മുപ്ലിയം മുപ്പുഴ സ്വദേശി ചെരട്ട വീട്ടിൽ ജോസിന്റെ മകൻ എബിനാണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. കുറുമാലിപ്പുഴയിലെ പ്ലാവിലപ്പാറക്കടവിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. കൂട്ടുകാരോടൊപ്പം കുളിക്കുന്നതിനിടെ എബിൻ മുങ്ങിപ്പോകുകയായിരുന്നു. കൂടെയുണ്ടായിരുന്നവരുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് കുട്ടിയെ പുറത്തെടുത്തത്. പുതുക്കാട് നിന്നും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. മുപ്ലിയെത്തി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വരന്തരപ്പള്ളി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് എബിൻ. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. ഞായറാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു അപകടം. ആമ്പല്ലൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിലുള്ള പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് മുകളിലേക്ക് ചെരിഞ്ഞ നിലയിലാണ്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറിന്റെ മുൻഭാഗം തകർന്നു. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം നിലച്ചു. KEB അധികൃതരെത്തി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. തൃശൂർ സിറ്റി പോലീസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട. 555 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ സിറ്റി പോലീസ് നടത്തുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡാൻസ് ഓഫ് സംഘം നടത്തിയ രഹസ്യ ഓപ്പറേഷനിൽ 555 ഗ്രാം MDMA-യുമായി കുന്നംകുളം സ്വദേശികളായ 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. വിപണിയിൽ 15 ലക്ഷം രൂപയിൽ അധികം വില വരുന്ന മയക്കുമരുന്നാണ് പോലീസ് പിടികൂടിയത്. മണ്ണുത്തി ഇൻസ്പെക്ടർ KG ജിനീഷിന്റെ സാന്നിധ്യത്തിലാണ് പരിശോധന നടന്നത്. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിലെ ചെറുവത്തൂർ വീട്ടിൽ റിവൻസിനെയും കുന്നംകുളം അടുപ്പുട്ടി മുകളശ്ശേരി വീട്ടിൽ അക്ഷയിനെയുമാണ് അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്നും കുന്നംകുളത്തേക്ക് MDA കടത്തുന്നതിനിടെയാണ് പ്രതികളെ പീച്ചി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ഡാൻസ് ഓഫ് സംഘം തന്ത്രപരമായി പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം നടത്തുമെന്നും പ്രതികളുടെ സാമ്പത്തികത്തിന്റെയും ലഭിച്ച രാസലഹരിയുടെയും സ്രോതസ്സിനെ കുറിച്ചും കൂടുതലായി അന്വേഷണം നടത്തുമെന്നും മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ കർശന നടപടികൾ തുടരുമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് അറിയിച്ചു. വരാക്കരയിൽ നിയന്ത്രണം വിട്ട കാർ ടെലിഫോൺ പോസ്റ്റിലിടിച്ചു മറിഞ്ഞു. വരാക്കര ക്ഷേത്രത്തിന് സമീപം ഉപയോഗമില്ലാതെ നിന്ന തൂണിലാണ് കാർ ഇടിച്ചത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഞായറാഴ്ച വൈകിട്ട് 5:30-നായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ ടയർ പൊട്ടിയ കാർ റോഡിലേക്ക് മറിയുകയായിരുന്നു. കാറിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാരാണ് പുറത്തെടുത്തത്. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ മരക്കമ്പനിയിൽ തീപിടുത്തം. തീപിടുത്തത്തിൽ മരക്കമ്പനി കത്തി നശിച്ചു. പടിഞ്ഞാറ്റുമുറി സെന്ററിന് സമീപത്തെ അന്ന സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ശനിയാഴ്ച രാവിലെ 11:30-യോടെയാണ് സംഭവം. മരക്കമ്പനിക്ക് സമീപത്തെ പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് ആദ്യം തീപിടിച്ചത്. തുടർന്ന് തീ അതിവേഗം മരക്കമ്പനിയിലേക്ക് പടരുകയായിരുന്നു. ശക്തമായ കാറ്റ് തീ വേഗത്തിൽ പടരാൻ കാരണമായി. കമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള മരത്തടികളും മറ്റ് സാമഗ്രികളും പൂർണ്ണമായും കത്തിനശിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ കാറ്റും മരത്തടികളും ദൗത്യം ദുഷ്കരമാക്കി. സ്ഥിതിഗതികൾ ഗുരുതരമായതോടെ തൃശൂരിൽ നിന്നും ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് സ്ഥലത്തെത്തി തീ അണയ്ക്കുകയായിരുന്നു. നവീകരണത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടുന്നതിനിടെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. 100 കണക്കിന് വീടുകളിൽ കുടിവെള്ളം മുടങ്ങി.
ആമ്പല്ലൂർ വെണ്ടൂർ ചുങ്കം ഭാഗത്ത് 8 പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. ഞായറാഴ്ച അവധി ദിവസം പണി നടക്കുന്ന ഭാഗത്ത് വൻതോതിൽ വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ ആമ്പല്ലൂർ പുളിഞ്ചോട് റോഡ് പണി നടക്കുന്ന ഭാഗത്താണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പുതുക്കാട് പമ്പ് ഹൌസിൽ നിന്നും തുറവു ശുചീകരണ പ്ലാന്റിലെത്തിച്ച് വിതരണം ചെയ്യുന്ന വെള്ളമാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇതുമൂലം പ്രദേശത്തെ കുടിവെള്ള വിതരണവും താറുമാറായി. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇവിടെ കുടിവെള്ളം എത്തിയിരുന്നത്. പണി നടക്കുന്നതിനാൽ കുടിവെള്ള വിതരണം പൂർണ്ണമായും മുടങ്ങിയ നിലയിലാണ്. അധികൃതർ അടിയന്തരമായി നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 205 രൂപ കൂടി. ഗ്രാമിന് 14,560 രൂപ, പവന് 1,16,480 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. മുപ്ലിയത്ത് കുറുമാലിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. ഞായറാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു അപകടം. തൃശൂർ സിറ്റി പോലീസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട. 555 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. വരാക്കരയിൽ നിയന്ത്രണം വിട്ട കാർ ടെലിഫോൺ പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ മരക്കമ്പനിയിൽ തീപിടുത്തം. തീപിടുത്തത്തിൽ മരക്കമ്പനി കത്തിനശിച്ചു. നവീകരണത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടുന്നതിനിടെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.